എല്ലാവർക്കും ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഡെയിലി ന്യൂസിൽ നമ്മൾ നോക്കാൻ പോകുന്ന ആർട്ടിക്കിൾസ് ഇതൊക്കെയാണ്. ഒന്നെന്ന് പറയുന്നത് ലോക്സഭ സെഷൻ ഫ്രം June 24th, ന്യൂ എം പീസ് ടേക്ക് ഓത്ത്. ഓക്കെ, സ്പീക്കറിനെ എലക്ട് ചെയ്യും. ഓക്കെ, പിന്നെ GS2 പൊളിറ്റി പാർലമെൻറ്റായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. പാർലമെൻറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം പ്രിലിംസ് പെർസ്പെക്റ്റീവിലും മെയിൻസ് പെർസ്പെക്റ്റീവിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമ്മുടെ ലക്ഷ്മികാന്തിലെ ഏറ്റവും വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ചാപ്റ്റേഴ്സിലൊന്നുമാണ്. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് ടാക്ലിംഗ് ദ ഫാറ്റി ലിവർ ഡിസീസ് എപ്പിഡമിക് ആണ്. ഇത് നമ്മുടെ GS2 സോഷ്യൽ ജസ്റ്റിസ് പബ്ലിക് ഹെൽത്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസാണ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് PM to attend G7 ഔട്ട്റീച്ച് ഇൻ ഇറ്റലി, ഓൾ ഐസ് ഓൺ പോസിബിൾ ഇൻട്രാക്ഷൻ വിത്ത് സെലൻസ്കി. ഓക്കെ, ഇത് GS2 ഇൻ്റർനാഷണൽ റിലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള IRO-ആയിട്ട് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ് എൻ്റെ ടോപ്പിക്കായിട്ട് വരുമ്പോഴേക്കുള്ള ന്യൂസാണ്. G7 ആണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. പ്രിലിംസ് എടുക്കുന്ന രീതിയിലായതുകൊണ്ട് നമ്മൾ ഓർഗനൈസേഷനും അതുപോലെ തന്നെ പാർലമെൻറ്റിനെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നോക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഫസ്റ്റ് എന്ന് പറയുന്നത് ലോക്സഭ സെഷൻ ഫ്രം June 24th, ന്യൂ MPs ടേക്ക് ഓത്ത്, സ്പീക്കറിനെ എലക്ട് ചെയ്യും. അതാണ് നമ്മുടെ ന്യൂസ് എന്ന് പറയുന്നത്. അപ്പം ഇതെന്ന് വെച്ചാൽ എന്താ, നമ്മുടെ 18th ലോക്സഭ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും അതിന് ഉള്ള ലെജിസ്ലേറ്റീവ് ആക്ടിവിറ്റീസിൻ്റെ ഫ്രഷ് സ്റ്റാർട്ടാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് 5 years ഗവർണൻസും പാർലമെൻ്ററി പ്രൊസീഡിങ്സിനും വേണ്ടിയിട്ടുള്ള ഒരു ഇനീഷ്യൽ സ്റ്റേജാണിത്. അപ്പോൾ നമ്മൾ ആക്ച്വലി ഇതിനകത്ത് നോക്കാൻ പോകുന്നത് എന്താണ്, ലോക്സഭയെക്കുറിച്ചും രാജ്യസഭയെക്കുറിച്ചും അതുപോലെ തന്നെ അവരുടെ ഇലക്ഷൻ എങ്ങനെയാണെന്നും ഒരു MP ആകണതിലുള്ള ക്വാളിഫിക്കേഷൻ എന്താണെന്നും ബേസിക്കലി നമ്മുടെ പാർലമെൻറ്റ് എന്ന ചാപ്റ്റർ ഉണ്ടല്ലോ അതിനകത്തെ കുറച്ച് കാര്യങ്ങൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നില്ല, പക്ഷെ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, എസ്പെഷ്യലി ഈ പ്രാവശ്യം ഇലക്ഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ കറണ്ട് അഫയേഴ്സിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പാർലമെൻറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ തന്നെ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, പ്രിലിംസ് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പം അതാണ് നമ്മൾ കൂടുതലും ഈ പ്രാവശ്യത്തെ DNL ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടി നോക്കും. ഓക്കെ, അപ്പോൾ കോമ്പോസിഷൻ ഓഫ് ലോക്സഭ എന്ന് പറയുന്നത് എന്താണ്, മാക്സിമം സ്ട്രെങ്ത് ഫിക്സ് ചെയ്തേക്കുന്നത് എന്താണ് 550 ആണ്. പക്ഷേ കറണ്ട് സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്താണ് 543 ആണ്. 530 റെപ്രസെൻറ്റിംഗ് സ്റ്റേറ്റ്സ്, 13 എന്താണ് യൂണിയൻ ടെറിട്ടറീസ് ആയിരുന്നു. ഓക്കെ, മെമ്പേഴ്സ് ഡയറക്ട്ലി എലക്റ്റഡ് ബൈ ദ പീപ്പിൾ ഫ്രം ടെറിട്ടോറിയൽ കോൺസ്റ്റിറ്റ്യൻസീസ് ആണ്. റെപ്രസെൻറ്റ് പീപ്പിൾ ഓഫ് ഇന്ത്യ ആസ് എ ഹോൾ, ലോക്സഭയാണല്ലോ. ഓക്കെ, പിന്നെ കോമ്പോസിഷൻ ഓഫ് രാജ്യസഭ എന്ന് പറയുന്നത് എന്താ, ഇവർ സ്റ്റേറ്റിനെയും യൂണിയൻ ടെറിട്ടറീസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇൻഡയറക്ട്ലി എലക്റ്റഡ് ആണ് ബൈ സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ്, പ്രൊവൈഡ്സ് റെപ്രസെൻറ്റേഷൻ ടു ദ സ്റ്റേറ്റ്സ് ഇൻ ദ യൂണിയൻ ലെജിസ്ലേച്ചർ. ഓക്കെ, അപ്പോൾ പിന്നെ പ്രസിഡൻറ്റിൻ്റെ റോൾ എന്താണ്, അപ്പം പ്രസിഡൻ്റ് എന്ന് പറയുന്നത് പാർലമെൻറ്റിൻ്റെ ഇൻ്റഗ്രൽ പാർട്ടാണ്. പക്ഷേ ഒരു മെമ്പറല്ല ഒരു ഹൗസിൻ്റെയും. എലക്റ്റഡ് ബൈ MPs ആൻഡ് MLAs ആണ്. എന്താണ്, പ്രസിഡൻറ്റിന് അസെറ്റ് വേണം എന്താണ് ഒരു ബില്ല് ലോ ആകണമെങ്കിൽ. അപ്പം പ്രസിഡൻറ്റിനാണ് പവേഴ്സ് ടു സമൺ, പ്രൊറോഗ്, ഡിസോൾവ് ലോക്സഭ. ഓക്കെ, ആ പ്രൊറോഗേഷനും സമ്മണും ഡിസോൾവേഷനും എല്ലാം നിങ്ങൾ നോക്കണം. ഓക്കെ, അതെല്ലാം പാർലമെൻ്ററി ചാപ്റ്ററിലുണ്ട്. പ്രസിഡൻ്റ് റോൾ വരുമ്പോഴേക്കുള്ള കാര്യങ്ങളാണ്. പിന്നെ മെമ്പർഷിപ്പ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ലോക്സഭയിലാണെങ്കിൽ മിനിമം 25 years ആയിരിക്കണം, ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് രാജ്യസഭയുടെ കേസിലാണെങ്കിൽ മിനിമം 30 years ആണ്, ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഉണ്ടായിരിക്കണം. ഓത്ത് ഓഫ് അലിജൻസ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് അവരുടെ ഇതെന്ന് പറയുന്നത്. ഓത്ത് ഓഫ് അലിജൻസ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ റിക്വയർഡ് ഇൻ ബോത്ത് ഹൗസസ്. അപ്പോൾ ഇതിൻ്റെ ഡിസ്ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്രൗണ്ട്സ്, ഒന്നെന്ന് പറയുന്നത് ഹോൾഡിംഗ് ഹൗസ് ഓഫീസ് ഓഫ് പ്രോഫിറ്റ്. ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ഡിഫൈൻഡ് ആയിട്ടുള്ള സാധനമല്ല, പക്ഷേ ഓഫീസ് ഓഫ് പ്രോഫിറ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ചില ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിങ്ങൾക്കൊരു സാലറിയോ അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു ഓഫീസ് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അത് അവർക്ക് എന്താണ് MP ആകാൻ പറ്റില്ല. പണ്ട് സോണിയാഗാന്ധി ആയിരുന്നു തോന്നുന്നു, സോണിയാഗാന്ധിയുടെ ടേമിൽ ഏതോ ഒരു മിനിസ്ട്രിയിൽ ഒരു ഓഫീസ് പുള്ളിക്കാരത്തി ഹോൾഡ് ചെയ്തു, അത് ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്രൈസിസ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഓഫീസ് ഓഫ് പ്രോഫിറ്റ് എന്താണെന്ന് കൂടി നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുക. പിന്നെ അൺസൗണ്ട് മൈൻഡ് ആയിരിക്കണം, അത് മൈൻഡുള്ള ആളാണ്, അതിൽ മെൻ്റലി അൺസ്റ്റേബിൾ ആണ് എന്ന് ഹെൽത്ത് പ്രകാരവും ഒക്കെ വിധിച്ചു കഴിഞ്ഞാൽ അയാൾ ഡിസ്ക്വാളിഫൈഡ് ആണ്. പിന്നെ ഡിസ്ചാർജ് ഇൻസോൾവൻസി കാരണം എന്താണ് ഡിസ്ചാർജ് ആകുന്നത്. പിന്നെ സ്റ്റാറ്റ്യൂട്ടറി ഗ്രൗണ്ട്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇലക്ഷൻ ഒഫൻസസ് വരുന്നത്, ഇലക്ഷനിലെ മാൽ പ്രാക്ടീസസ് വരിക, പിന്നെ ഇംപ്രിസ്മെൻറ്റ് ജയിൽ ടേം വരുമ്പോഴേക്കും, പിന്നെ ഡിസ്മിസൽ ഫ്രം ഗവൺമെൻറ് സർവീസ്. അപ്പോൾ ഇത്രയും കേസസിൽ എന്താണ് ഡിസ്ക്വാളിഫിക്കേഷൻസും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ടെന്യൂർ എന്താണ്, ലോക്സഭയുടെ കേസിൽ നോർമൽ ടെന്യൂർ എന്ന് പറയുന്നത് എന്താണ് 5 years ആണ്. അതിന് മുമ്പേ ചിലപ്പം ഭൂരിപക്ഷം പോവുകയാണ് അല്ലെങ്കിൽ സഖ്യകക്ഷി ഒഴിയുവാണ്, അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും എന്താണ് അത് ഈ ലോക്സഭ ഡിസോൾവ് ആകും. ഓക്കെ, രാജ്യസഭയുടെ കേസിൽ എന്താണ് മെമ്പേഴ്സ് ഹാവ് 6 year ടേംസ് ആണ്. ഇതിൽ 1/3
എവറി 2 years ആകുമ്പോഴേക്കും റിട്ടയർ ആകും. ഓക്കെ, പിന്നെ കീ ഒഫീഷ്യൽസ് എന്ന് പറയുന്നത് ലോക്സഭയുടെ കേസിൽ സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കറാണ്. രാജ്യസഭയുടെ കേസിൽ നമുക്കറിയാം വൈസ് പ്രസിഡൻ്റ് ആണ്, എക്സ് ഒഫീഷ്യോ ചെയർമാന്, പിന്നെ ഡെപ്യൂട്ടി ചെയർമാനുണ്ട്. ഓക്കെ, പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ദ പാർലമെൻറ്റ് എന്ന് പറയുന്നത് ലെജിസ്ലേറ്റീവ് എന്ന് പറയുമ്പോൾ എക്സ്ക്ലൂസീവ് പവർ ഓവർ യൂണിയൻ ലിസ്റ്റ്, കൺകറൻറ്റ് പവർ ഓവർ കൺകറൻറ്റ് ലിസ്റ്റ്. അപ്പോൾ യൂണിയൻ ലിസ്റ്റിൽ പ്രകാരം ഉള്ള ചേഞ്ചസ് ഒക്കെ വരുന്നത് ആരാണ്? അത് പാർലമെൻ്റ് ആണ്. ഓക്കെ, പിന്നെ ഫൈനാൻഷ്യൽ എന്ന് പറയുമ്പോൾ അപ്രൂവ് ദ ബഡ്ജറ്റ്, ടാക്സേഷൻ ആൻഡ് എക്സ്പെൻഡിച്ചർ പാർലമെൻ്റ് ആണ് തീരുമാനിക്കുന്നത്. ഇലക്ട്രൽ എന്ന് പറയുമ്പോൾ പാർട്ടിസിപ്പേറ്റ്സ് ഇൻ ഇലക്ഷൻ ഓഫ് പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡന്റ്. അതും കൂടി നോക്കി വെച്ചേക്കണം. അവരുടെ ഇലക്ഷൻസ് എങ്ങനെയാണെന്നും കൂടി ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കാം. ഓക്കെ, പിന്നെ സ്പെഷ്യൽ പവേഴ്സ് ഓഫ് ദ ലോക്സഭ എന്ന് പറയുമ്പോൾ ഡിസിസീവ് റോളിൽ എന്താണ് ജോയിൻറ്റ് സിറ്റിങ്സ്. കാരണം അവർക്കാണ് കൂടുതൽ ആൾക്കാരുടെ എണ്ണം കൂടുതലുള്ളതുകൊണ്ട് തന്നെ അവർക്ക് ജോയിൻറ്റ് സിറ്റിങ്ങിൽ ഒരു പ്രാധാന്യം ഉണ്ട്. പിന്നെ ഗ്രേറ്റർ പവർ ഇൻ മണി മാറ്റേഴ്സ്, മണി ബില്ലൊക്കെ വരുമ്പോഴേക്കും ലോക്സഭയ്ക്കാണ് പവർ കൂടുതൽ. പിന്നെ കൺട്രോൾ ഓവർ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ത്രൂ നോൺ കോൺഫിഡൻസ് മോഷൻ. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഷൻസും കൂടി നിങ്ങൾ നോക്കണം. കാരണം ഈ മോഷൻസ് ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് പ്രിലിംസിൽ. ഓക്കെ, പാർലമെൻ്ററി നമ്മൾ PYQ ഇനി വരുമ്പോൾ നോക്കും. അപ്പോൾ അതിനകത്ത് ചില ടോപ്പിക്കുകളിൽ നിന്നാണ് ഞാൻ PYQ എടുത്തേക്കുന്നത്. അത് നിങ്ങൾക്ക് ആ ടോപ്പിക്സ് ഒക്കെ ഒന്ന് റെഫർ ചെയ്യണം കേട്ടോ. പിന്നെ പാർലമെൻ്ററി ഓവർസൈറ്റ് എന്ന് പറയുമ്പോൾ എൻഷുവേഴ്സ് അക്കൗണ്ടബിലിറ്റി ടു ദ എക്സിക്യൂട്ടീവ്, ഡിബേറ്റ്സ് ആൻഡ് ഡിസ്കഷൻസ് ഓൺ നാഷണൽ ഇഷ്യൂസ്, റെപ്രസെൻറ്റ്സ് ഡൈവേഴ്സ് റീജിയണൽ ആൻഡ് സോഷ്യൽ ഇൻട്രസ്റ്റ്. അപ്പോൾ പാർലമെൻ്ററി ഡെമോക്രസിയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? എക്സിക്യൂട്ടീവിന് ഒരു റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ അവരെ അക്കൗണ്ടബിൾ ആക്കും. അതുപോലെ തന്നെ എന്താണ്? നാഷണൽ ഇഷ്യൂസിനെ ബേസ് ചെയ്തിട്ടുള്ള ഡിബേറ്റ്സ് ആൻഡ് ഡിസ്കഷൻസ് പാർലമെൻറ്റാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഡൈവേഴ്സ് റീജിയണൽ ആൻഡ് സോഷ്യൽ ഇൻട്രസ്റ്റുകളെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഏരിയയാണ് പാർലമെൻറ്റ്. ഓക്കെ, ഇപ്പം നമ്മൾ PYQs നോക്കുവാണ്. അപ്പോൾ PYQസിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മോഷൻസ് ഇൻ ദ പാർലമെൻറ്റ് ബേസ് ചെയ്തിട്ടാണ്. അപ്പം ഇതെന്ന് പറയുമ്പോൾ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് നോൺ കോൺഫിഡൻസ് മോഷൻ. ഓക്കെ, നോൺ കോൺഫിഡൻസ് മോഷനെ ബേസ് ചെയ്തിട്ടാണ് ഈ PYQ വന്നിരിക്കുന്നത്. ദർ ഈസ് നോ മെൻഷൻ ഓഫ് നോൺ കോൺഫിഡൻസ് മോഷൻ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എ മോഷൻ ഓഫ് നോൺ കോൺഫിഡൻസ് ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ലോക്സഭ ഓൺലി. അപ്പോൾ ഇതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏത് സ്റ്റേറ്റ്മെൻറ്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദ്യം വന്നേക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫസ്റ്റ് ഓപ്ഷൻ 1 only, സെക്കൻഡ് ഓപ്ഷൻ 2 only, തേർഡ് ഓപ്ഷൻ ബോത്ത് 1 and 2, പിന്നെ ഫോർത്ത് ഓപ്ഷൻ എന്ന് പറയുന്നത് നെയ്തർ 1 nor 2. അപ്പോൾ ഇതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ ഈ മോഷൻസ് ഇൻ ദ പാർലമെൻറ്റ്, സിഷം മോഷന്, പിന്നെ നോൺ കോൺഫിഡൻസ് മോഷന്, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഷൻസ് ഉണ്ട്. അതെല്ലാം നിങ്ങൾ നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ലാർജസ്റ്റ് കമ്മിറ്റി ഇൻ ദ പാർലമെൻറ്റ്. അപ്പോൾ കമ്മിറ്റീസ് ഉണ്ട് നമ്മുടെ പാർലമെൻറ്റിൽ. അപ്പോൾ ആ കമ്മിറ്റീസ് ആരാണ് ഹെഡ് ചെയ്യുന്നത്, അതിൽ മെമ്പേഴ്സ് ആരൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. ഓക്കെ, അപ്പം കമ്മിറ്റി ഓഫ് ദ പബ്ലിക് അക്കൗണ്ട്സ്, കമ്മിറ്റി ഓഫ് എസ്റ്റിമേറ്റ്സ്, കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിങ്സ്, പിന്നെ കമ്മിറ്റി ഓൺ പെറ്റീഷൻസ്. അപ്പം ഇതിലേതാണ് ഏറ്റവും ലാർജസ്റ്റ് കമ്മിറ്റി ഓഫ് ദ പാർലമെൻറ്റ് എന്ന് നോക്കുക. ഇതെല്ലാം PYQ ആണ്. അപ്പോൾ PYQൻ്റെ നമ്മൾ എടുക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ PYQ ടോപ്പിക്സ് റിപ്പീറ്റ് ചെയ്യും UPSC. അപ്പോൾ ഇത് റിപ്പീറ്റഡ് ആണ്. ഇപ്പം നോൺ കോൺഫിഡൻസ് മോഷനൊക്കെ ആണെങ്കിലും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ടോപ്പിക്കാണ്. ഓക്കെ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഷെഡ്യൂൾസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കണ്ടെയ്ൻസ് പ്രൊവിഷൻസ് റിഗാർഡിംഗ് ആൻറ്റി ഡിഫെക്ഷൻ. ആൻറ്റി ഡിഫെക്ഷൻ നമുക്കറിയാം എന്താണ്, നമ്മുടെ ഇലക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അതിലേത് ഷെഡ്യൂളാണ്? ഇത് ഭയങ്കര എളുപ്പമായിട്ടുള്ള ഒരു ആൻസർ ആണ്. സെക്കൻഡ് ഷെഡ്യൂള്, 5th ഷെഡ്യൂള്, 8th ഷെഡ്യൂള്, 10th ഷെഡ്യൂൾ. അപ്പോൾ ഇതിൽ ഡിഫെക്ഷൻ്റെ ക്രൈറ്റീരിയ എന്താണെന്നും കൂടി നോക്കണം. ഓക്കെ, അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ ഇതിൻ്റെ ആൻസറും എഴുതുക. അപ്പോൾ 1, 2, 3 എന്ന് എഴുതുക. എന്നിട്ട് ഫസ്റ്റ് വണ്ണിൻ്റെ ഓപ്ഷൻ ഏതാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, സെക്കൻഡ് വണ്ണിൻ്റെ ഓപ്ഷൻ ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക, തേർഡ് വണ്ണിൻ്റെ ഓപ്ഷൻ ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫാറ്റി ലിവർ ഡിസീസിനെ കുറിച്ചാണ്. ഫാറ്റി ലിവർ നമുക്കറിയാം. ഫാറ്റി ലിവർ ഇപ്പം ഒത്തിരി നമ്മൾ കേട്ട് വരുന്നൊരു സംഭവമാണ്. അതായത് ഇപ്പോൾ കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർക്കായിരുന്നു നോർമലി നമ്മൾ പറയുന്ന ഫാറ്റി ലിവർ ഉണ്ടെന്ന്. പക്ഷേ കൊളസ്ട്രോൾ ഇല്ലാത്ത ആൾക്കാർക്കും ഫാറ്റി ലിവർ, അല്ലെങ്കിൽ ഒത്തിരി നല്ല ഫിറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് പോലും ഫാറ്റി ലിവർ വരുന്ന ഒരു സിനാരിയോ നമ്മൾ ഈയിടെയായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇൻ്റർനാഷണൽ ഫാറ്റി ലിവർ ഡേ ഒബ്സർവ്ഡ് ആനുവലി ഓൺ ജൂൺ ഹൈലൈറ്റ്സ് ദ ഗ്രോയിങ് കൺസേൺ ഓഫ് നോൺ ആൽക്കോളിക് ഫാറ്റി ലിവർ ഡിസീസ്. ഓക്കെ, അപ്പം ഇതെന്ന് വെച്ചാൽ നമുക്കറിയാം ലിവർ സിറോസിസ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന ആൽക്കോഹോൾ കൺസംഷൻ കൂടുതലുള്ള ആൾക്കാർക്കാണ് ഈ ലിവർ സിറോസിസ് അല്ലെങ്കിൽ ലിവർ ഡിസീസ് വരുന്നത്. പക്ഷേ നോൺ ആൽക്കോഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് ഇപ്പോൾ ഒരു മെറ്റാബോളിക് ഡിസ്ഫങ്ഷൻ ആണ് ആയിട്ട് അത് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദിസ് കണ്ടീഷൻ ഹാസ് എമേർജ് ആസ് എ സിഗ്നിഫിക്കൻറ്റ് പബ്ലിക് ഹെൽത്ത് ഇഷ്യൂ ഇൻ ഇന്ത്യ, ക്ലോസ്ലി ലിങ്ക് ടു മെറ്റബോളിക് ഹെൽത്ത്, കാർഡിയാക് ഹെൽത്ത് ആൻഡ് ക്യാൻസർ റിസ്ക്. ഓക്കെ, അപ്പം അതിൻ്റെ ഒരു ഡേ ആയിട്ടാണ് ഇതിനെ, ക്യാൻസർ ഹെൽത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഡേ ആയിട്ടാണ് ഇന്ന് കാണുന്നത്. അപ്പോൾ അത് കാരണമാണ് ഈ ഒരു എഡിറ്റോറിയൽ എടുത്തേക്കുന്നത്. പിന്നെ ഈ ഫാറ്റി ലിവർ ഡിസീസിനെ കുറിച്ചാണെങ്കിലും സോഷ്യൽ ജസ്റ്റിസ് അല്ലെങ്കിൽ നമ്മുടെ പബ്ലിക് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് ഉള്ളൊരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് നമുക്ക് ഈ ടോപ്പിക്ക്
ഡിസ്കഷനിൽ വരുന്നത്. ഓക്കെ, അപ്പം ഇത് എത്രത്തോളം കോമൺ ആണ്. അപ്പോൾ ഫാറ്റി ലിവറിനെ ബേസ് ചെയ്തിട്ടുള്ള ഡേറ്റയാണ് ആദ്യം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അറൗണ്ട് ദ വേൾഡ് ഏകദേശം 25-30% ഓഫ് പീപ്പിൾ ഹാവ് ദിസ് ഡിസീസ്. ഇൻ ഇന്ത്യ അത് അബൌട്ട് എത്രയാണ് 39% ഓഫ് അഡൾട്ടാണ് അവർക്ക് ഫാറ്റി ലിവർ ഉണ്ട്. ഈവൻ 36% ഓവർ വെയ്റ്റ് ചിൽഡ്രൻ ഇൻ ഇന്ത്യ ഹാവ് ഇറ്റ്. ഇറ്റ് ഈസ് ബിക്കമിങ് വൺ ഓഫ് ദ മെയിൻ റീസൺസ് ഫോർ സീരിയസ് ലിവർ പ്രോബ്ലംസ്. അപ്പോൾ ഹൂ ഈസ് അറ്റ് റിസ്ക്? ഒന്നെന്ന് പറയുന്നത് എന്താണ്, പീപ്പിൾ വിത്ത് ഡയബറ്റിക്സ്, അതായത് ഏകദേശം 55-60% ആൾക്കാർക്ക് ഫാറ്റി ലിവർ ഉണ്ട്. പിന്നെ പീപ്പിൾ ഹൂ ആർ വെരി ഓവർ വെയ്റ്റ്, അവർക്ക് എന്താണ് 65-95% ഉണ്ട്. പീപ്പിൾ വിത്ത് സെവറൽ ഹെൽത്ത് ഇഷ്യൂസ് ലൈക്ക് ഹൈ ബ്ലഡ് പ്രഷർ അല്ലെ ഹൈ കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർക്ക് ഏകദേശം 73% ഓഫ് ആൾക്കാർക്ക് ഇതുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഇതിൻ്റെ കോസസ്? ഒന്നെന്ന് പറയുന്നത് ഷുഗർ കൺസംഷൻ കൂടുതലാണ്, പിന്നെ കാർബ്സ്, അതിൻ്റെ രണ്ടിൻ്റെ കൺസംഷൻ കൂടുതലുള്ള ആൾക്കാർക്കാണ് ഇത് കണ്ടുവരുന്നത്. പിന്നെ ഇത് കാരണം എന്ത് പറ്റി, ഷുഗർ കൺസംഷനൊക്കെ കൂടുമ്പോൾ നമുക്കറിയാം ഇൻസുലിൻ വരുന്നില്ല. അപ്പോൾ നമ്മൾ ഇൻസുലിൻ ഒത്തിരി എടുക്കും. അപ്പോൾ ഹൈ ഇൻസുലിൻ കൺസംഷനും ഇതിൻ്റെ ഒരു റിസൾട്ടായിട്ട് വരും. ഓവർ ടൈം ബോഡി സ്റ്റോപ്സ് റെസ്പോണ്ടിങ് വെൽ ടു ഇൻസുലിൻ. അപ്പം ഫാറ്റ് ദെൻ ബിൽഡ്സ് അപ്പ് ഇൻ ദ ലിവർ കോസിങ് ഡാമേജ്. ഓക്കെ, പിന്നെ ഹൗ ടു ചെക്ക് ഫോർ ഇറ്റ്? ഒന്നെന്ന് പറയുന്നത് ഇറ്റ് ഓഫൻ ഡസൻ ഷോ എനി സൈൻസ് അറ്റ് ഏർലി സ്റ്റേജസ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡോക്ടേഴ്സ്. അപ്പം എന്താണ്, ഡോക്ടേഴ്സ് നീഡ് ടു ഡു ഫുൾ ഹെൽത്ത് ചെക്കപ്പ് ആണ്, ഇൻക്ലൂഡിങ് ഫിസിക്കൽ എക്സാം, ബ്ലഡ് ടെസ്റ്റുകൾ, അൾട്രാസൗണ്ട് ഓഫ് ദ ബെല്ലി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോഴാണ് അത് മനസ്സിലാകുന്നത് അപ്പം ഫാറ്റി ലിവർ ഉണ്ടോ എന്നൊക്കെ. ഓക്കെ, പേഴ്സണലൈസ്ഡ് അപ്രോച്ച് എന്ന് പറയുമ്പോൾ നോട്ട് എവ്രി വൺ നീഡ്സ് എ സെയിം ട്രസ്റ്റ്. അത് ഇപ്പോൾ ഇങ്ങനൊരു ഫാറ്റി ലിവറിൻ്റെ ഇഷ്യൂ വരുമ്പോഴേക്കും എല്ലാവർക്കും ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, അപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ള പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റുകൾ വേണം. ഡോക്ടേഴ്സ് ഷുഡ് കൺസിഡർ ഈച്ച് പേഴ്സൺസ് ഹെൽത്ത് ഹിസ്റ്ററി ആൻഡ് ലൈഫ് സ്റ്റൈൽ. ഈവൻ യങ് പീപ്പിൾ ആൻഡ് ചിൽഡ്രൻ ക്യാൻ ഗെറ്റ് ദിസ് ഡിസീസ്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഫിറ്റാണെന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാർക്ക് പോലും ഫാറ്റി ലിവർ ഡിസീസ് വരാനായിട്ട് സാഹചര്യങ്ങളുണ്ട്. ഓക്കെ, ഹൗ ടു മാനേജ് ഇറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒന്നെന്ന് പറയുന്നത് ഡയറ്റ് പ്ലാനിൽ ചേഞ്ച് കൊണ്ടുവരിക, ഹെൽത്തി ഫുഡ് കൺസംഷൻ കൂട്ടുക, പിന്നെ എക്സസൈസ് റെഗുലറായിട്ട് ചെയ്യുക, പിന്നെ ഒരു ഹെൽത്തി വെയിറ്റ്. നമുക്കറിയാം വെയിറ്റ് ടു ഹൈറ്റ് റേഷ്യോ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് നോക്കുക. അത് ബേസ് ചെയ്തിട്ടാണോ ഒരാൾ അണ്ടർ വെയിറ്റ് ആണോ ഓവർ വെയിറ്റ് ആണോ എന്ന് നോക്കുന്നത്. അപ്പം അത് ബേസ് ചെയ്തിട്ട് ഉള്ളൊരു ഹെൽത്തി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ ഇത് ഇത്രയും വലിയൊരു സംഭവം ആകാനായിട്ട് കാരണം എന്നാ? കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഫാറ്റി ലിവർ ഡിസീസ് എന്ന് പറയുമ്പോൾ ഇത് ഡിറ്റക്ട് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പറഞ്ഞു നോർമലായിട്ടിരിക്കുന്ന ആൾക്ക് പോലും ഫാറ്റി ലിവർ വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഡിറ്റക്ട് ചെയ്യാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എന്താണ്, അതിൽ മൾട്ടിപ്പിൾ കോസസ് ഉള്ളതുകൊണ്ടാണ് ചിലപ്പം ഫാറ്റി ലിവർ വരുന്നതാണ്. അപ്പോൾ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ ഒരു സ്ട്രെയിൻ ആയിട്ട് ഇത് വരും. നീഡ് മോർ അവയർനെസ് ആൻഡ് പ്രിവെൻഷൻ. ഇപ്പം ഇതെന്താണ്, ഏർലി സ്റ്റേജിൽ ഇതിനെ ഡിറ്റക്ട് ചെയ്ത് അവോയ്ഡ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മൾ വേ ഫോർവേഡ് നോക്കുമ്പോഴേക്കും മോർ പീപ്പിൾ മൈറ്റ് നീഡ് ലിവർ ട്രാൻസ്പ്ലാന്റ്. വേ ഫോർവേഡ് അല്ല, ഇതിൻ്റെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് അപ്രോച്ച് നോക്കുമ്പോൾ ഫ്യൂച്ചറിൽ എന്താവും നോക്കുമ്പോഴേക്കും എന്താണ്, മോർ പീപ്പിൾ മൈറ്റ് നീഡ് ലിവർ ട്രാൻസ്പ്ലാന്റ്സ് ബിക്കോസ് ഓഫ് ദിസ് ഡിസീസ്. വി നീഡ് മോർ റിസർച്ച് ഓൺ ഹൗ ടു ട്രീറ്റ് ആൻഡ് പ്രിവെൻറ്റ് ഇറ്റ്. പിന്നെ എന്താണ്, ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഓവർ ഷുഗർ കൺസംഷൻ ആണ് ഇൻ മോസ്റ്റ് കേസസ് ഈ സിറ്റുവേഷൻ കൊണ്ടുവരുന്നത്. പിന്നെ കാർബ്സ് ഇതിൻ്റെ കൺസംഷനും ഒരു റീസൺ ആണ്. അത് കാരണമാണ് ഉള്ള ഷുഗർ ബിൽഡപ്പ്, ഇൻസുലിൻ കൺസംഷൻ കൂടും, വിച്ച് ഇൻ ടേൺ എന്താണ് നമ്മുടെ ബോഡിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത രീതിയിലോട്ട് പോകും. അങ്ങനെയാണ് ഈ ഒരു ഡിസീസ് സ്റ്റാർട്ട് ആകുന്നതെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ആ ഒരു ഷുഗർ കൺസംഷൻ കട്ട് ചെയ്യുക, അതിൽ നിന്ന് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ടുവരിക. ഓക്കെ, അപ്പോൾ ആ ഒരു ഡിസീസിനെ പറ്റിയൊക്കെ ചോദ്യം വരുവാണെങ്കിൽ, കോമൺ ആയിട്ടുള്ള ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ ഇഷ്യൂസ് എന്നൊക്കെ ചോദിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണിത്. ഓക്കെ, അതിൽ കൊടുത്തേക്കുന്ന ഡേറ്റ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും, കോട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് G7 പറ്റിയാണ്. PM to attend G7 outreach in Italy. All eyes on possible interaction with Zelensky and Trudeau. ഓക്കെ, അപ്പം നമ്മൾ ഇതിനകത്ത് നോക്കുന്നത് ബേസിക്കലി എന്താണ്, ഗ്രൂപ്പ് ഓഫ് 7 G7 ആണ്. G7 നമുക്ക് മൾട്ടിപ്പിൾ ടൈംസ് കറണ്ട് അഫയേഴ്സിൽ വന്നേക്കുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഒരു ഇൻ്റർ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ ആണ്. ഇതൊരു ഇൻഫോർമൽ ഗ്രൂപ്പിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ 1975 ഫോം ചെയ്യുന്നത്. അപ്പം ആനുവലി ഇവർ മീറ്റ് ചെയ്യും, ഇഷ്യൂസ് ഓൺ കോമൺ ഇൻട്രസ്റ്റ് ലൈക്ക് ഗ്ലോബൽ എക്കണോമിക് ഗവർണൻസ്, ഇൻ്റർനാഷണൽ സെക്യൂരിറ്റി, എനർജി പോളിസി. അപ്പം G7 കൺട്രീസ് എന്ന് പറയുമ്പോൾ എന്താണ്, UK ഉണ്ട്, കാനഡ ഉണ്ട്, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ ആൻഡ് ദ US. ഓക്കെ, ഇതിൽ G7 കൺട്രീസും ഇന്ത്യയും G20 കൺട്രീസിൻ്റെ പാർട്ടാണ്. ഓക്കെ, അതോട് ഓർത്തിരിക്കുക, G7 ഇന്ത്യ പാർട്ടല്ല. G7 ഡസ് നോട്ട് ഹാവ് എ ഫോമൽ ചാർട്ടർ ഓർ എ സെക്രട്ടറിയേറ്റ്. ഇത് പ്രസിഡൻസി എന്ന് പറയുന്നത് എന്താണ്, ഈ മെമ്പർ കൺട്രീസിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഷെയർപാസ് അല്ലെങ്കിൽ മിനിസ്റ്റേഴ്സ് ആൻഡ് എൻവോയ്സ് എന്ന് പറയുന്ന ആൾക്കാരാണ് ഈ പോളിസി ഇനിഷ്യേറ്റീവ്സ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്. അത് ആക്ച്വലി G20 ഈ ഷെയർപാസ് എന്ന് പറയുന്ന റോളുണ്ട്.
പോളിസീസ് അല്ലെങ്കിൽ ഇനിഷ്യേറ്റീവ്സ് എടുക്കുന്നത് ഇവരാണ്. അപ്പം 49th G7 സമ്മിറ്റ് എന്ന് പറയുന്നത് ഹിറോഷിമയിലായിരുന്നു, ജപ്പാനിലായിരുന്നു കണ്ടക്ട് ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഒരു കമ്പാരിസൺ ആണ്. G20 എന്ന് പറയുന്ന ഇതിൽ എല്ലാ കൺട്രീസും ഈ 20 നേഷൻസും ഉണ്ട്. അതിൽ ഇന്ത്യയും പാർട്ടാണ്. ഇന്ത്യ, സൗത്ത് ആഫ്രിക്ക, സൗദി അറേബ്യ, ഇന്തോനേഷ്യ, ചൈന, മെക്സിക്കോ, സൗത്ത് കൊറിയ, ബ്രസീൽ, അർജൻറ്റീന, യൂറോപ്യൻ യൂണിയൻ, ടർക്കി. അപ്പോൾ ഇത്രയും കൺട്രീസ് G20യുടെ പാർട്ടാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ G7, G8 വരും. ഓക്കെ, അപ്പം നമുക്ക് ഇതിനകത്ത് ഏതൊക്കെ കൺട്രീസ് പാർട്ടാണ്, ഏതൊക്കെ കൺട്രീസിൻ്റെ പാർട്ടല്ല എന്നൊക്കെ ഓപ്ഷൻസ് വെച്ച് നിങ്ങൾക്ക് പ്രിലിംസ് ചോദ്യം ചോദിക്കാം. ഓക്കെ, അപ്പോൾ അതിൽ സോൾവ് ചെയ്യാനായിട്ടുള്ള രീതിയിലാണ് ഇത് വെച്ചേക്കുന്നത്. അപ്പോൾ G8 എന്ന് പറയുന്നത് ആദ്യം G8 ആയിരുന്നു, പിന്നെ റഷ്യനെ അവർ അവോയ്ഡ് ചെയ്തു, പിന്നെ G7 ആയി. ഇപ്പോൾ ജർമ്മനി ഉണ്ട്, പിന്നെ UK, ഫ്രാൻസ്, കാനഡ, USA, ഇറ്റലി, ജപ്പാൻ. ഇവരാണ് ഈ 7 പേരാണ് G7 G8 എന്ന് പറയുമ്പോഴേക്കും അതിനകത്ത് റഷ്യയും കൂടി വരും. G20 എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഇത്രയും കൺട്രീസും കൂടി അതിനകത്ത് ആഡഡ് ആയിട്ട് വരും. ഓക്കെ, അപ്പം ഇതായിരുന്നു നമ്മുടെ ഇപ്രാവശ്യത്തെ DNA ഉണ്ടായിരുന്നത്. പിന്നെ പാർലമെൻറ്റ് എന്ന് പറയുന്ന ടോപ്പിക്ക് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ്. പാർലമെൻറ്റ്, അഗ്രികൾച്ചർ അങ്ങനെയുള്ള ടോപ്പിക്കുകൾ UPSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. പാർലമെൻറ്റിൽ നിന്ന് സ്ഥിരമായിട്ട് ചോദ്യങ്ങളുണ്ട് പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ. അത് നിങ്ങൾ നല്ല രീതിയിൽ നോക്കുക. അപ്പോൾ അതിൻ്റെ ഓരോ ടോപ്പിക്ക് അനുസരിച്ച് നിങ്ങൾ നോക്കേണ്ടതാണ്. നമ്മൾ പ്രിലിംസ് PYQ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടോപ്പിക്കുകളും കൂടി നിങ്ങൾ ഒന്നുകൂടെ നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം UPSC ഞാൻ പറഞ്ഞു ടോപ്പിക്സ് റിപ്പീറ്റ് ചെയ്യാനായിട്ട് അവർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് 2-3 ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഈ പ്രാവശ്യത്തെ DNA അനാലിസിസ് കുറച്ചുകൂടി സിമ്പിളായിരുന്നു, പ്രിലിംസ് ഓറിയൻറ്റഡ് ആയിട്ടായിരുന്നു കൂടുതലും ടോപ്പിക്സുകൾ. അപ്പം നിങ്ങൾക്ക് എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പ്രാവശ്യം കാണാം. നന്ദി, നമസ്കാരം.